എവിടെ ഈ ചൂട് എല്ലാം ആയി തറ ചവിട്ടി പൊട്ടിച്ചങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ നീ നിൽക്ക്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാപ്പി ഞാൻ ഇട്ട് തരാം. അപ്പോഴാണ് അവൾ തിരിഞ്ഞു പറയുന്നത്, ഇനി കുറച്ച് നാളത്തേക്ക് കാപ്പി കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഒരു പാപ്പനൊരു അപ്പാപ്പനാവാൻ പോവുകയാണ്. ആ മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ പിന്നെയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്. സിംപ്ലി ബിക്കോസ് ഐ ക്രേവ് ടു ബി എ ഗ്രാൻഡ് പാ ഇൻ റിയൽ ലൈഫ്. ഐ എം ക്രേവിങ്. അല്ല, ഗ്രാൻഡ് പാരന്റ് ആവുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷ വാർത്ത അത് ഷെയർ ചെയ്യാൻ പറ്റുമോ സുരേഷേട്ടാ? കാരണം മകളുടെ കല്യാണം ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്. വേഗമാവട്ടെ, പിന്നെ അവർ പ്ലാനിങ് ആണ്, ഞങ്ങൾക്ക് സെറ്റിൽഡ് ആവണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ യു ഹാവ് ടു വെയിറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ സുരേഷേട്ടാ, മകളുടെ കല്യാണത്തിന്റെ അന്ന് സുരേഷേട്ടൻ ഒന്ന് മാറി നിന്നൊന്ന് കരയണത് ചിലപ്പോൾ നമ്മൾ കാണും. അത് സന്തോഷത്തിന്റെ ഒരു കണ്ണുനീര്. എനിക്കത് അറിയില്ല അത് എങ്ങനെ പറയണം എന്നല്ല. ബിക്കോസ് എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണം കഴിക്കുന്ന സമയം ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡൊക്കെ ഞെട്ടിപ്പോയി. കാരണം അമ്മ കരയുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കരഞ്ഞത് മൊത്തം അച്ഛനായിരുന്നു. അച്ഛൻ കൊച്ചു പിള്ളേരെ പോലെ നിന്നങ്ങ് കരഞ്ഞു പോയി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നും ഒരു പിടുത്തവും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ആ മണ്ഡപത്തിന്റെ സൈഡിൽ ആ കാലഘട്ടം പോയി. നീ വേഗം വണ്ടി കയറി, നീ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഊണ് കഴിക്കാൻ, ഞങ്ങൾ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ നീ യാത്രയാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വിടും. കാരണം പോയി മിക്കവാറും അന്ന് രാത്രി അവൾ ഉറങ്ങാൻ വരുന്നത് എൻ്റെ മുറിയിലായിരിക്കും അവനുമായിട്ട്. ഒന്നും പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇമോഷൻസ് ഇല്ല. എന്നാലും ഞാൻ പറയുന്ന ഇതൊക്കെ ജീവിതത്തിലെ ഓരോ ലെവൽസാണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല. ആദ്യത്തെ മരുമകളാണ്. അതും അച്ഛൻ നിശ്ചയിക്കുന്നത് രാധിക ഞങ്ങളുടെ മകളും നീ ഞങ്ങളുടെ മരുമകനുമായി തീരും, അവളിവിടെ നിലവിളക്കും കൊണ്ട് കയറുന്നതോടുകൂടി എന്ന് പറഞ്ഞ് വരുന്ന ഒരു പെൺകുട്ടിയുടെ സഹവാസം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ എല്ലാവരും അനുഭവിക്കുന്നത് അന്നാണ്. അതിനു മുമ്പ് അച്ഛൻ്റെ ഇളയ പെങ്ങളെ കെട്ടിച്ച് അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ലക്ഷ്മിയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു പല ലെവൽസിലൂടെ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. കുഞ്ഞുങ്ങളുടെ ആദ്യമായിട്ട് തേനും വയമ്പും ഒക്കെ കൂടി ഈ ഒരമരുന്ന് പാത്രത്തിലിട്ട് ഉരച്ച് നാവിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 28 കെട്ട് കെട്ടുന്നു. അത് കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ ചോറൂണ്. ഇത് കഴിഞ്ഞ് ഒരു വയസ്സ് തികഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തല മുണ്ടനം ചെയ്യുന്നു. പിന്നെ ഫ്രോക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, പല രീതിയിലുള്ള ഡ്രസ്സ് ഇടിയിക്കുന്നു. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് വലുതായി അവരുടെ പഠിത്തം കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അവരെ നമ്മളെങ്ങനെ പെറ്റു വളർത്തിയോ അതുപോലെ ആ കുഞ്ഞുങ്ങളെയും പെറ്റു വളർത്തിയതുപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളാണ്. അപ്പം വെൻ യു ഗ്രോ ഇൻ ടു ന്യൂ സേ ആഫ്റ്റർ എവറി 10 years നിങ്ങൾ വേറൊരു ഗ്രേഡിലെത്തും. അപ്പം നിങ്ങൾക്ക് ചില മോഹങ്ങളുണ്ടാകും. എൻ്റെ ഇപ്പോഴത്തെ ഗ്രേഡ് എന്ന് പറയുന്ന ആ ഗ്രേഡിൻ്റെ മോഹം എന്ന് പറയുന്നത് പേരക്കിടാങ്ങളാണ്. അപ്പൊ പാന്നുള്ള വിളിക്കല്ലേ സുരേഷ് ഏട്ടാ, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പം